മനുഷ്യന്മാർ സിനിമ കാണുന്നത് ഒരു ലൈറ്റ് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടോ എവിടെങ്കിലുമൊക്കെ ഒരു സന്തോഷം കണ്ടെത്താനോ വേണ്ടിയിട്ടാണ്. എന്നാൽ നിങ്ങൾ ഈ സിനിമ കാണുവാണെങ്കിൽ ഈ സിനിമയുടെ ഒരു ഇഞ്ച് സ്ഥലത്ത് പോലും ഒരു തുള്ളി സന്തോഷം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത്രയും ഡാർക്ക് പിടിച്ചൊരു സിനിമയാണിത്. ഒത്തിരി ക്രുവാലിറ്റിയും ഫുൾ നെഗറ്റിവിറ്റിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമ. എന്നാൽ അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഏറ്റവും സങ്കടവും ഡീപ്ലി ഡിസ്റ്റർബിങ്ങുമായിട്ട് തോന്നുന്നത് ഈ സിനിമ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ബേസ് ചെയ്താണ് ഉള്ളതെന്ന് അറിയുമ്പോഴാണ്. ദ ഗേൾ വിത്ത് ദ നീഡിൽ ഓസ്കാർ നോമിനേഷൻ ഉൾപ്പെടെ ധാരാളം അവാർഡുകൾ ലഭിച്ച് മാഗ്നസ് വോൺ ഹോണ്ട സംവിധാനത്തിൽ 2024 ഇറങ്ങിയ ഒരു ഡാനിഷ് ഡ്രാമ. പ്രേതങ്ങളെയോ പാരാനോർമൽ ആക്ടിവിറ്റിയോ ഒന്നും തന്നെ സിനിമയിൽ എവിടെയും കാണിക്കുന്നില്ല. എന്നിട്ട് തന്നെയും സിനിമ ഒരു ഹോണ്ടിങ് ഹൊറർ ഡ്രാമയായി മാറുകയാണ്. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഡെൻമാർക്കിന്റെ ക്യാപിറ്റലായ കോപ്പൻഹേഗനിൽ നടന്ന ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് കഥയുമായിട്ടാണ് സിനിമ നമുക്ക് മുന്നിലേക്ക് വരുന്നത്. അവിടുത്തെ ആ കാലത്തെ പോവർട്ടിയുടെയും ഡിപ്രഷന്റെയും ഡാർക്ക് സീക്രറ്റ്സിന്റെയും നിഗൂഢതകളിലേക്ക് സിനിമ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. കരോളിന്റെ ഭർത്താവ് യുദ്ധത്തിന് പോയിട്ട് ഒരു വർഷമായിട്ടും തിരികെ വരാതിരിക്കുന്നതിനെ തുടർന്ന് കരോൾ തന്റെ ജീവിതമായി മുന്നോട്ട് പോവുകയാണ്. അവൾ ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുകയും അതിൽ നിന്ന് ഗർഭിണിയാവുകയും ചെയ്യുകയാണ്. ആ കുഞ്ഞിനെ കൊണ്ട് കരോളിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സംഭവങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത്. കുഞ്ഞിനെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഏൽപ്പിക്കാമെന്ന് സഹായ വാഗ്ദാനം നൽകിയാണ് ഡാഗ്മർ എന്ന സ്ത്രീ കരോളിന്റെ ജീവിതത്തിലെത്തുന്നത്. തുടർന്ന് ഇവർ തമ്മിലുള്ള ജീവിത ബന്ധം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും സിനിമ കാണിക്കുന്നു. സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് സിനിമ നമുക്ക് മുന്നിൽ വരുന്നത്. ആ ഒരു പഴയ കാലഘട്ടത്തെ ആ ഒരു പീരീഡിനെയൊക്കെ നമുക്ക് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൂടെ ശരിക്കും ഫീൽ ചെയ്യാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ ഒരു ടൈംലെസ് ഈറി ബ്യൂട്ടിയാണ് ഓരോ ഫ്രെയിംസും. എവറി ഫ്രെയിം ഫീൽസ് കോൾഡ്, റോ ആൻഡ് ഡീപ്ലി അൺസെറ്റ്ലിംഗ്. ഒരു ലൗഡ് മൊമെന്റ്സ് ഒന്നും ഈ സിനിമയിലില്ല, പക്ഷേ വി ക്യാൻ ഫീൽ ദാറ്റ് ഇറ്റ് ക്രീപ്സ് അണ്ടർ അവർ സ്കിൻ സ്ലോലി. സിനിമയിലെ രണ്ട് ശക്തവും പ്രധാനവുമായ സ്ത്രീ കഥാപാത്രങ്ങളായ കാരോളിനെയും ഡാഗ്മറിനെയും അവതരിപ്പിച്ച വിക് കാർമെന്റെയും ട്രൈൻ ഡയർഹോളിന്റെയും അഭിനയം എടുത്തു പറയേണ്ടതാണ്. അത്രയും ഹാർട്ട് ബ്രേക്കിംഗ് ആൻഡ് ചില്ലിംഗ് ആണ് രണ്ടുപേരുടെയും പെർഫോമൻസ് ഇതിൻ്റെ അകത്ത്. നമ്മളിങ്ങനെ പിടിച്ചിരുത്തും, ഈവൻ വെൻ ദ സ്റ്റോറി ബിക്കംസ് ഹാർഡ് ടു വാച്ച്. ഇതൊരു ക്രൗഡ് പ്ലീസർ ആയിട്ടുള്ള ഒരു സിനിമയല്ല. ദിസ് മൂവി ഈസ് മെന്റ് ടു അൺസെറ്റിൽ അസ്. അതിന് കഴിയുന്നവർ മാത്രം ഈ സിനിമ കാണാൻ തിരഞ്ഞെടുക്കുക. ഈ സിനിമ ഭയങ്കര കോൾഡ് ആയിട്ടുള്ള, എംറ്റി ആയിട്ട്, വളരെ ഗ്രേ ഷെയ്ഡിൽ സ്ലോ ആയിട്ട് ഒരു ഇമോഷണൽ ഡ്രെയിനിങ് ഭയങ്കരമായിട്ട് നടക്കുന്ന നോട്ട് ആൻ ഈസി വാച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണിത്. ഡാർക്ക് എഡ്ജൊക്കെ ഉള്ള ആർട്ട് ഹൗസ് സിനിമകൾ പോലുള്ള നല്ല സ്ട്രോങ് പെർഫോമൻസ് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു അൺകോംപ്രമൈസിങ് ഓർ ഡാർക്ക് ടോണിലൊക്കെ ഉള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണുക. ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ്.